ഒറ്റപ്പാലം വരോടിൽ യുവാവിനെ കുത്തിപ്പരിക്കേൽപ്പിച്ച കേസിൽ പ്രതികൾ പിടിയിൽ. പനമണ്ണ അമ്പലവട്ടം കോന്ത്രംകുണ്ടിൽ വിജീഷ് കുമാർ, അമ്പലവട്ടം മൂർക്കുത്ത് വീട്ടിൽ ഷിജിൽ, വെള്ളിനേഴി അടയ്ക്കാപ്പുത്തൂർ തെയ്യിൽ വീട്ടിൽ വൈശാഖ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. കൊലപാതക കേസിലെ സാക്ഷികളെ ഹാജരാക്കാൻ സഹായിക്കുന്നു എന്ന വൈരാഗ്യത്താൽ വരോട് സ്വദേശി രാഹുലിനെ പരിക്കേൽപ്പിച്ച കേസിലാണ് അറസ്റ്റ്. ഒന്നാം പ്രതിയായ വിജീഷാണ് രാഹുലിനെ കുത്തിയതെന്ന് പോലീസ് പറഞ്ഞു. സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ച പോലീസ് സൗത്ത് പനമണ്ണ വായനശാല ഭാഗത്തു നിന്നും വിജീഷ് കുമാറിനെയും ഷിജിലിനെയും തൃശൂർ ചാലക്കുടിയിൽ നിന്നും വൈശാഖിനെയും പിടികൂടുകയായിരുന്നു. രാഹുലിനെ കുത്താൻ ഉപയോഗിച്ച കത്തിയും പോലീസ് കണ്ടെടുത്തു. പ്രതികൾ സഞ്ചരിച്ച വാഹനവും പോലീസ് കസ്റ്റഡിയിലെടുത്തു. നിലവിൽ വിജീഷ് കുമാറിന്റെ പേരിൽ 5 കേസുകളും ഷിജിലിന്റെ പേരിൽ 3 കേസുകളുമുണ്ടെന്നും പോലീസ് പറഞ്ഞു. വ്യാഴാഴ്ച വൈകിട്ട് 6 മണിക്ക് വരോട് കുണ്ടുപറമ്പ് ജംഗ്ഷനിൽ വെച്ചാണ് ആക്രമണം നടന്നത്. രാഹുലിന്റെ സുഹൃത്തായ പ്രജീഷിന്റെ ജ്യേഷ്ഠൻ പ്രശാന്ത് കൊല്ലപ്പെട്ട കേസിന്റെ വിചാരണ ജനുവരി 5-ന് ഒറ്റപ്പാലം കോടതിയിൽ ആരംഭിക്കാനിരിക്കെയാണ് ആക്രമണമുണ്ടായത്. ഈ കേസിലെ പ്രതികളായ വിജീഷ് കുമാറിനും ഷിജിലിനുമെതിരെ സാക്ഷികളെ കോടതിയിൽ ഹാജരാക്കാൻ രാഹുൽ സജീവമായി രംഗത്തുണ്ടായിരുന്നു. ഇതിലുള്ള വിരോധം മുൻനിർത്തി ബൈക്കിൽ പോവുകയായിരുന്ന രാഹുലിനെ മറ്റൊരു ബൈക്കിലെത്തിയ പ്രതികൾ തടഞ്ഞു നിർത്തുകയും കൈകൊണ്ട് മർദ്ദിക്കുകയും ചെയ്തു. തുടർന്ന് കൊലപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തി കൈവശം കരുതിയിരുന്ന കത്തികൊണ്ട് കഴുത്തിന് കുത്തുകയായിരുന്നു. പരിക്കേറ്റ രാഹുൽ അപകടനില തരണം ചെയ്തു.